കേരള രാഷ്ട്രീയത്തിൽ ഒരു വിലയുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും നാണം കെട്ട് തോക്കാൻ തന്നെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ജോസ് കെ മാണി. 15,378 വോട്ടുകൾക്ക് മാണി സി കാപ്പൻ തോൽപ്പിച്ചു വിട്ട ജോസ് കെ മാണി വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. പാലായിൽ നിന്ന് തന്നെ. കേരളത്തിൽ എവിടെ മത്സരിച്ചാലും പരാജയം ഉറപ്പാണ് എന്നറിയുന്ന ജോസ് കെ മാണിക്ക് പാലായിൽ ഒന്നുകൂടി തോക്കണം എന്ന് ആഗ്രഹം വന്നാൽ എന്ത് ചെയ്യും? CPIM നേതൃത്വത്തിലുള്ള LDF അതിന് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക അല്ലാതെ മറ്റെന്ത് വഴിയാണ്? CPI നേതൃത്വം കൃത്യമായി പറയുന്നു, ജോസ് കെ മാണിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കളും മാത്രമാണ് ഇടതുപക്ഷത്തിനോടൊപ്പം കൂടാനെത്തിയത്. അധികാരമോഹവുമായി അണികൾ ഇപ്പോഴും UDF മനസ്സോടുകൂടി UDF നേതാക്കൾക്ക് വോട്ട് ചെയ്യുന്നു. അതിൻ്റെ കൃത്യമായ തെളിവാണ് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിൻ്റെ വിജയം. അതിൻ്റെ കൃത്യമായ തെളിവാണ് പല മേഖലകളിലും മാണി കോൺഗ്രസ്സിന് വോട്ടുകൾ നഷ്ടപ്പെടുന്നത്. കൃത്യമായി CPI വിലയിരുത്തുന്നു. അതായത് പത്തനംതിട്ടയിലെ റാന്നി മണ്ഡലത്തിൽ പ്രമോദ് നാരായൺ വിജയിച്ചതുൾപ്പെടെ CPIMൻ്റെ സിറ്റിംഗ് സീറ്റുകൾ പലതും വിട്ടുകൊടുത്താണ് മാണി കോൺഗ്രസ്സിന് വഴിയൊരുക്കിയത്. CPIക്കാണെങ്കിൽ ഇങ്ങനൊരു ഫേവർ ചെയ്യുമോ, ഔദാര്യം ചെയ്യുമോ? ഇല്ലേ ഇല്ല. CPIM അമിത പ്രാധാന്യമാണ് ജോസ് കെ മാണിക്കും കൂട്ടർക്കും നൽകുന്നത്. ഇത് ശരിയായ നടപടിയല്ല. ഇന്നലെ വരെ UDFൻ്റെ നേതൃത്വത്തിൻ്റെ കൂടെ നിന്ന് അവരുടെ അഴിമതിയെ ഏറ്റവും ശക്തമായി എതിർത്തു. മാണിയെ ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം നാടകീയ രംഗങ്ങളാണ് നിയമസഭയ്ക്കകത്ത് നടന്നത്. ശിവൻകുട്ടിയുടെ പ്രത്യേക ഡാൻസ്, ഫ്യൂഷൻ ഡാൻസ് ആണോ അതല്ലെങ്കിൽ ഡപ്പാങ്കുത്താണോ എന്നൊന്നും അറിയില്ല. ശിവൻകുട്ടിയുടെ മുണ്ടുമടക്കി കുത്തിയുള്ള ഡാൻസൊക്കെ എല്ലാവരും കണ്ടതാണ്. ആ കേസ് ഒത്തുതീർപ്പാക്കാൻ കോടതിയിൽ പോയി സംസ്ഥാന ഖജനാവിൽ നിന്നും കോടികൾ ചിലവഴിച്ച കാര്യമൊന്നും കേരള ജനത മറക്കാനേ പോകുന്നില്ല. അങ്ങനെയുള്ള മാണിയുടെ പാർട്ടിയെയാണ് ഒരു ഉളുപ്പുമില്ലാതെ പിണറായി വിജയൻ അധികാരത്തിൻ്റെ പേരിൽ മധ്യ തിരുവിതാംകൂറിൽ 2 വോട്ട് അധികം കിട്ടാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിയത്. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നാണ് CPI നേതാക്കൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. മാണി കോൺഗ്രസിനെ പാർട്ടിക്കുള്ളിൽ, അതായത് CPIM മുന്നണിയുടെ സംവിധാനത്തിൽ ഒപ്പം നിർത്തിക്കൊണ്ട് CPI നേതാക്കളെ പലരെയും കോട്ടയം ജില്ലയിൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയുണ്ട്. നമുക്കറിയാം, കോട്ടയത്ത് CPIക്ക് സിറ്റിംഗ് സീറ്റുകളായി എടുത്തു പറയേണ്ടത് വൈക്കമാണ്. വൈക്കം സീറ്റിൽ ആശയാണ് അവിടുത്തെ MLA. CPIയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലും കോട്ടയത്തുമൊക്കെ അവർക്ക് MLAമാരുണ്ട്. ഇടുക്കിയിൽ വാഴൂർ സോമൻ പീരുമേട് MLA ആണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPI നേതാക്കൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. CPIMൻ്റെ ഈ അമിതമായ മറ്റ് കക്ഷികളോടുള്ള പ്രാധാന്യവും CPIയോടുള്ള അവഗണനയും തുറന്നടിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നാണ് CPI നേതാക്കൾ പറയുന്നത്.